ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായ എൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി ഈ സത്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് സത്യൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ നേരത്ത് ഈ ഭൂമിയെ ഒന്ന് തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അഭിരാമിയുടെ ചെറുപ്രായവും തൻ്റെ ഭാര്യയൊക്കെയാണ് ആ നിമിഷം സത്യൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു വണ്ടി വന്ന് ഈ സത്യനെ ഇടിക്കാൻ പോവുകയും അപ്പോൾ അസാർ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് നേരെ നമ്മുടെ ഭൂമി അങ്ങോട്ട് മാറ്റുകയും ചെയ്യുകയാണ്. സാർ എന്താണ് സാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സാർ ഇപ്പോൾ ആ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചാനായിരുന്നല്ലോ. സാർ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? ഇത് കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ മോള് പേടിച്ചു പോയോ എന്ന് ചോദിച്ചപ്പോഴേക്ക് പിന്നെ അല്ലാതെ സാർ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഞാൻ ശരിക്കും പേടിച്ചു പോയി സാറേ. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്ത്, എന്നെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനൊന്നും ആരുമില്ലല്ലോ മോളെ എന്നും പറയുകയാണ്. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടാകുക. അങ്ങനെ നമ്മുടെ ഈ ഇതിനെ കാണിക്കുകയാണ് ഭൂമിയെ. അപ്പോൾ ഭൂമിയാണെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ മുത്തശ്ശിയും അതേപോലെ തന്നെ മുത്തശ്ശിയുടെ മകളും കൂടി ഇറങ്ങി വന്ന് ഞങ്ങളൊരു പാലുകാച്ചലിന് പോവുകയാണ്. പോകാതിരിക്കാനായിട്ട് പറ്റൂല, ബന്ധുക്കാർ തന്നെയാണല്ലോ. അപ്പോൾ പോയില്ലെങ്കിൽ നമ്മൾ വലിയ ആളാണ്, ഗമയാണെന്നൊക്കെ പറയുമല്ലോ, അതുകൊണ്ടാണ് പോകാമെന്ന് വിചാരിച്ചല്ലെങ്കിൽ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല എന്നിങ്ങനെ മുത്തശ്ശി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൂടെ ഭവാനിയും ഉണ്ട്. അപ്പോൾ മുത്തശ്ശി ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഭൂമിയെ വിളിക്കുക. അപ്പോൾ ഭൂമി ഒരു കടയിൽ ഇങ്ങനെ മിസ്സിങ്ങിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കോൾ എടുക്കുകയാണ്. ഹലോ എന്ന് പറഞ്ഞുകൊണ്ട്. അതെ, എന്നെ മനസ്സിലായോ? എൻ്റെ ശബ്ദം അറിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്കറിയാം, മുത്തശ്ശിയല്ലേ. മുത്തശ്ശിയെയും മുത്തശ്ശിയുടെ ശബ്ദമൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല മുത്തശ്ശി. അതേപോലെയല്ലേ നമ്മൾ തമ്മിലുള്ളൊരു അടുപ്പം. മിടുക്കിയാണല്ലോ ഭൂമി. അതെ, ഞാനിപ്പോൾ വിളിച്ചതേ ഭൂമി, മോൾക്കേ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടൊന്ന് വരെ വരാവോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ മുത്തശ്ശി, ഞാൻ വന്നേക്കാലോ മുത്തശ്ശി എന്ന് പറയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. പക്ഷേ ഭവാനിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഭവാനി, എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഭൂമി വരുമ്പോഴേ ഭൂമി നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തണം കേട്ടോ. ഞങ്ങൾ പോയിട്ട് ഉടനെ തന്നെ വന്നേക്കാം. ശരി അമ്മേ, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഭവാനി ഇവർ രണ്ടുപേരെയും പറഞ്ഞയക്കാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ മുത്തശ്ശി പോയി ആ തക്കം നോക്കി ഭവാനിയാണെങ്കിൽ അവൾ വരട്ടെ, അവൾ വരുന്നുണ്ട്, സത്യൻ്റെ മകൾ അഭിരാമി, അവളിങ്ങോട്ട് വരട്ടെ, അവൾക്കിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. ഇവളിങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൾ തിരിച്ചിറങ്ങി പോകില്ല. പക്ഷേ ഇവിടെ മിക്ക ഭാഗത്തും CCTV ക്യാമറയുണ്ട്. പക്ഷേ അതെല്ലാം മറച്ചുകൊണ്ട് വേണം അവൾക്കിട്ട് പണി കൊടുക്കാൻ. അങ്ങനെ ഈ ഭവാനി നേരെ അടുക്കളയിലേക്ക് കയറി ചെല്ലുക. അടുക്കളയിലേക്ക് കയറി ചെന്ന് ഭൂമിയെ കൊല്ലാനുള്ള എല്ലാ തരികടയും ഒപ്പിച്ചു വെക്കുകയാണ്. അടുക്കള മുഴുവൻ ഇങ്ങനെ അലമ്പാക്കിയിട്ടിട്ട് അതിലേക്കൊരു ഷോക്ക് കൊടുക്കുക. അങ്ങനെ അവളെ വരുത്തുകയും അവളെ കൊണ്ട് പാത്രം കഴിപ്പിക്കുകയും, ഇതാണ് ഭവാനിയുടെ ലക്ഷ്യം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്യുതനെയാണ്. അപ്പോൾ അച്യുതൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മുറ്റത്ത് കയറി തന്നെ നിൽക്കുക. അപ്പോൾ ഭാര്യ ഓടി വന്നിട്ട് അച്ചുവേട്ടാ ഇതെന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എപ്പോൾ നോക്കിയാലും ഇപ്പോൾ ഭയങ്കര ആലോചനയാണല്ലോ, ഇങ്ങനെ നോക്കിയെന്നേ. അത് പിന്നെ അതെ എടി, എനിക്ക് ഭയങ്കരമായിട്ടും തലവേദനിക്കുന്നു എന്ന് പറയാണ്. ആണോ? അങ്ങനെയാണെങ്കിൽ മോളെ വിളിക്കട്ടെ. എപ്പോൾ നോക്കിയാലും മോളെ വിളിക്കട്ടെ. മോളെ വിളിച്ചില്ലെങ്കിൽ എന്താ, നിനക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയില്ലേ? ഏത് സമയം മോളില്ലെങ്കിലോ എന്ത് ചെയ്യും? അയ്യോ അച്ചുവേട്ടന് എന്താ പറ്റിയത്? എല്ലാ കാര്യത്തിനും ഒന്ന് തുമ്മിയ വരെ മോളെ വിളിക്ക് എന്ന് പറയുന്ന ആള് ഇപ്പം എന്താ മോളെ വിളിക്കേണ്ടെന്ന് പറയുന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല അച്ചുവേട്ടാ. നിനക്കൊന്നും മനസ്സിലാവില്ല. നീയേ ആ ടാബ്ലറ്റ് എടുക്ക്, എങ്കിൽ പിന്നെ ഞാൻ മോളെ വിളിച്ച് ചോദിക്കാം. തുടങ്ങി അവളുടെ മോളെ വിളിച്ച് ചോദിക്കല്. മോള് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ചോദിച്ചപ്പോഴേക്കും മോൾ എവിടെ പോകാനാ? മോൾ എന്നെ കല്യാണം കഴിച്ചു വിടാനോ? അല്ലെങ്കിൽ മോളെന്താ ആരെങ്കിലും ഇപ്പോൾ ഒളിച്ചോടി പോകുമോ? അച്ചുവേട്ടന് എന്താ വെളിവില്ലാതെ ആയോ? എന്താ അച്ചുവേട്ടാ, നീ കൂടുതൽ ഭരിക്കാൻ നിൽക്കണ്ട. ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. മോളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നീ ജീവനോടെ ഇരിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചുവേട്ടന് ഇപ്പോൾ വല്ലാത്തൊരു മൂഡ് ഓഫാ. എന്താണെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞൂടെ? എന്താ അച്ചുവേട്ടൻ്റെ പ്രശ്നം? അച്ചുവേട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടമുണ്ട് അച്ചുവേട്ടാ, അതിങ്ങനെ കിടന്ന് പറയുന്നത്. ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാര്യയോടൊന്ന് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പിടിച്ച് നിർത്തുകയാണ്. അതെ, നീ അവിടെ നിന്നേ, എനിക്ക് ചില കാര്യങ്ങളെല്ലാം നിന്നോട് പറയാനുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, എന്താ പറയാനുള്ളത്? അത് പിന്നെ അതെ, നമ്മുടെ ഭൂമിയെ കൊണ്ടുപോകാനായിട്ട് അവളെ യഥാർത്ഥ അച്ഛൻ വന്നാലോ? അത് ശരി, യഥാർത്ഥ അച്ഛനോ? എവിടെ വരാനായിട്ട്? നമ്മളുടെ കയ്യിൽ അവളെ കിട്ടിയിട്ട് 10-23 വർഷം കഴിഞ്ഞു. ആ സമയത്ത് അവളെ തേടി അന്ന് വരാത്ത അച്ഛൻ ഇപ്പം വരുമോ? അച്ഛനോട് ചുമ്മാ തോന്നുന്നതാ. അല്ല, എനിക്ക് തോന്നുന്നതല്ല. ഭൂമി
അവളുടെ അച്ഛൻ്റെ അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ചൂടന് അതെങ്ങനെ അറിയാം? അവൾ എന്തെങ്കിലും സൂചന തന്നോ? അവൾ പറഞ്ഞു അവളുടെ അച്ഛന് യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടെത്തിയെന്ന്? ഇല്ല, അവൾ പറഞ്ഞില്ല. പക്ഷേ എനിക്കങ്ങനെ തോന്നി. ഭൂമി, നമ്മുടെ മകള് അവളെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ? അച്ചുവേട്ടാ, അരുതാത്തൊന്നും പറഞ്ഞു പോകരുത്. എൻ്റെ ഭൂമിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല അച്ചുവേട്ടാ. അങ്ങനെ ഒരച്ഛനും വന്ന് അവളെ കൊണ്ടുപോകണ്ട, അതിന് ഞാൻ സമ്മതിക്കത്തുമില്ല. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കത്തില്ല അച്ചുവേട്ടാ. അങ്ങനെ വല്ലതും കൊണ്ടുപോയി കഴിഞ്ഞാലേ നമുക്കങ്ങോട്ട് മരിച്ചു കളഞ്ഞേക്കാം. പിന്നെ എന്തിനാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്? നമ്മുടെ മകൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ നോക്കി വളർത്തിയിട്ട് അവളെ കൊണ്ടുപോകുന്നോ? സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ ഭാര്യ അവിടെ നിന്ന് പോയി അടുക്കളയിൽ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് അച്യുതൻ വരിക. അപ്പം അച്യുതൻ വന്നിട്ട്, അതെ, എല്ലാം ക്ഷമിക്കാനും സഹിക്കാനുള്ള ഇത് വേണം. എന്തൊക്കെ വന്നാലും എൻ്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ആരാണെന്ന് വെച്ചാൽ ഇവിടെ വരട്ടെ, പക്ഷേ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഭൂമി വേറെ ആരെയും അച്ചാന്ന് വിളിക്കണ്ട. അവൾ എൻ്റെ സ്വന്തമാണ്. എന്നെ മാത്രം അവൾ അച്ചാന്ന് വിളിച്ചാൽ മതി. നീയേ ഒരു കാര്യം ചെയ്തേ. എന്താ അച്ചുവേട്ടാ, എനിക്കിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മോള് വന്നാലും ഇതൊന്നും അറിഞ്ഞ ഭാവം നടിക്കരുത്. എല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കിയിരിക്കണം. പക്ഷേ എങ്ങനെയാ അവളുടെ മുന്നിൽ ഞാൻ പൊട്ടിപ്പോകും. എനിക്ക് അവളോട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. ഒരു കാര്യം ചെയ്യും, നീ മോളെ വിളിച്ചിട്ടേ മോളോട് പറ, അച്ഛൻ്റെ മെഡിസിൻ എവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുതരാൻ പറ. അവൾ പറഞ്ഞുതരും, ഉറപ്പായിട്ടും പറഞ്ഞുതരും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ അങ്ങോട്ട് പറഞ്ഞു വിടുക. ഈ സമയം തന്നെ നമ്മുടെ ഭൂമിയാണെങ്കിൽ സൗഭാഗ്യപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഭവാനി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭവാനിക്ക് ഭയങ്കരമായിട്ട് കലി വരിക. അങ്ങനെ ഈ ഭവാനി, ഭൂമി കയറി വാ ഭൂമി, ഭൂമി വരുമെന്ന് പറഞ്ഞായിരുന്നു. അല്ല, മുത്തശ്ശി ഇവിടെ ഇല്ലേ? അവരെ ഒരു ചടങ്ങിന് പോയിരിക്കുക, അതായത് കയറി താമസം, അതിനു വേണ്ടി പോയിരിക്കുക. ഉടനെ തന്നെ വരും. മോളെ ഇവിടെ ക്ഷണിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞിരിക്കുക. അല്ല, മോൾക്കിപ്പോൾ കടയൊന്നുമില്ലേ? കടയുണ്ടല്ലോ, ആ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണല്ലോ കട. അതെ, അത് മേഡത്തിന് എങ്ങനെ അറിയാം? എന്നോട് മോള് പറഞ്ഞായിരുന്നു. ആണല്ലേ? മോളെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്. മോൾ ഒറ്റ മോളാണോ? അതെ, ഞാൻ ഒറ്റ മോളാ. എന്താ മേഡം ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം? ഒന്നുമില്ല മോളെ, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. മോള് കയറി വാ. അയ്യോ ഭൂമി, മോളെ ഒരു ഗ്ലാസ് ചായ ഇട്ട് തരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അടുക്കള മുഴുവനും വൃത്തികേടായി കിടക്കുക. സർവൻ്റ് ആണെങ്കിൽ ഒന്നും വന്നിട്ടുമില്ല. മോള് ഒരു കാര്യം ചെയ്യാവോ? മോൾ അടുക്കളയിൽ കയറി അതൊന്ന് വൃത്തിയാക്കാവോ? പറ്റുമെങ്കിൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ വേണ്ട. അതിനെന്താ മേഡം, ഞാൻ വൃത്തിയാക്കിക്കോളാം, എങ്കിൽ വാ എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അടുക്കളയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചധികം പാത്രം കഴുകാനുണ്ട്. മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കഴിയാൽ മതി. എനിക്കൊരു ബുദ്ധിമുട്ടില്ല മേഡം. എങ്കിൽ പിന്നെ ഈ റൂമൊക്കെ ഒന്ന് ആദ്യം അടിച്ചു വാരിയൊക്കെ എന്നിട്ട് മതി. അങ്ങനെ ഈ ഭൂമി അടുക്കളയൊക്കെ അടിച്ചു വരിക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭവാനിക്ക് ചിരി വരികയാണ്. കുടുംബത്തിലെ അവകാശിയാ, സ്വത്തിൻ്റെ അവകാശി, രാജകുമാരിയെ പോലെ കഴിയേണ്ടവൾ ഇപ്പതേ സൗഭാഗ്യപുരത്തെ വേലക്കാരിയായി നിൽക്കുന്നു എന്ന് ഭവാനി ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ ഭൂമി പാത്രങ്ങളും ബാക്കിയുള്ള എടുത്തിടുക, കുറേ കാര്യങ്ങളെല്ലാം തുടച്ച് വൃത്തിയാക്കുക. ആ സമയത്തും പെട്ടെന്ന് നമ്മുടെ ഭൂമിക്കൊരു കോള് വരികയാണ്. കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഫോൺ എടുത്തുകൊണ്ട് ഭൂമി നേരെ പുറത്തേക്ക് ഇറങ്ങി പോയപ്പോൾ കുറേ നേരം ഭവാനി നിന്നിട്ടും ഇതെന്താ അവളുടെ കരച്ചിലും ഒന്നും കേൾക്കാത്തത്? ഇനി മാറിപ്പോയോ? ഈ സമയം കൊണ്ട് അവരുടെ കരച്ചിൽ കേൾക്കേണ്ടതാണല്ലോ. പിന്നെ ഇതെന്ത് സംഭവിച്ചു എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ കരച്ചിലൊന്നും കേൾക്കാത്തതെന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ഭവാനി നേരെ അടുക്കളയിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെയെങ്കിലും ആരുമില്ല. വാഷ് ബേസിനിൽ വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിരിക്കുകയും ചെയ്യാണ്. പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ഭൂമി ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഭവാനിയാണെങ്കിൽ അവളെ തീർക്കാനും പറ്റില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ വാഷ് ബേസിൻ്റെ ആ ടൈലിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുക. പക്ഷേ വാഷ് ബേസിൻ നിറയുന്നത് ഈ ഭവാനി കാണുന്നുമില്ല. ആ വാഷ് ബേസിനിലേക്കാണ് ഇവൾ കരണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭവാനി ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഷ് ബേസിൻ നിറഞ്ഞ് ആ വെള്ളം വന്ന് ഭവാനിയുടെ കൈ തട്ടുകയും ഷോക്ക് അടിക്കുകയും അവിടെ നിന്ന് ഇങ്ങനെ കിടന്ന് വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഭൂമി പേടിച്ച് വിറച്ച് ഓടി വരണം. അയ്യോ മേഡം എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരിക. അപ്പോൾ തന്നെപ്പോഴേക്കും ഭൂമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവിടെ നിന്ന് വെച്ചാൽ വലിയൊരു മോപ്പ് എടുത്തിട്ട് ആ മോപ്പിൻ്റെ ഇത് വെച്ചിട്ട് ഒറ്റ അടിയാണ് ഈ ഭവാനിക്കിട്ട്. ഭവാനി തെറിച്ച് പോയി താഴത്തേക്ക് വീഴുകയാണ്. അങ്ങനെ മേഡം എന്ന് പറഞ്ഞുകൊണ്ട് തട്ടി വിളിക്കുക. മേഡം വാ മേഡം, എന്താ മേഡം ഇത് എന്ന് ചോദിച്ചുകൊണ്ട് മേഡത്തെ താങ്ങിക്കൊണ്ട് ആ സെറ്റ് കൊണ്ട് അങ്ങനെ ഇരുത്തുകയും ചെയ്യാണ്.
ഭവാനിക്ക് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാണ്. പിന്നീട് രാത്രിയാകുമ്പോൾ കാണിക്കുകയാണ്, രാത്രി നമ്മുടെ ഭൂമിയുടെ കടയിൽ കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അവരെന്തൊക്കെയോ സിനിമാ കാര്യത്തെക്കുറിച്ചും പിന്നെ കുറേ ലോണിൻ്റെ കാര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഭൂമി വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ എന്താ ചേച്ചി ഈ സമയത്ത് വന്നത്? അതെ, ഞാനൊരു പരാതി കൊടുത്തിട്ട് അതിനൊരു നടപടിയും ഇല്ല മോളെ, അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാ. ആകെ സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. അത് പിന്നെ ചേച്ചി എല്ലാം ശരിയാവും, ഞാൻ ഏതായാലും സംസാരിക്കാം, ചേച്ചി ഇപ്പോൾ വീട്ടിൽ പോ, നാളെ ഏതായാലും വന്നാൽ മതി, ഇതിപ്പോൾ ഇത്രയും രാത്രിയായില്ലേ, അപ്പോൾ നിൽക്കുന്നത് ശരിയല്ല എന്നവിടെ പറയുക. ചേച്ചിക്ക് ഇപ്പോൾ ബസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ബസ് ഉണ്ട് മോളെ, എന്നാൽ ചേച്ചി ഒരു 100 എടുത്ത് കൊടുത്തേ. അയ്യോ വേണ്ട മോളെ, അതൊന്നും സാരമില്ല, നാളെയും വരാനുള്ളതല്ലേ, ചേച്ചി പോകാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ കടയിൽ നിന്ന് വെച്ചാൽ ചേച്ചി ചോദിക്കുകയാണ്, എന്നാൽ പിന്നെ കട അടക്കട്ടെ ഭൂമി എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട ചേച്ചി, ഞാൻ 11 മണി വരെ ഇരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇനി കുറച്ച് പൈസയുടെയൊക്കെ അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് 11 മണി വരെ ഇരുന്നേ മതിയാവുള്ളൂ, ചേച്ചി പോയിക്കോ ഏതായാലും. അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇവരും കഥകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നല്ല കഥയാണല്ലോ, ഇനി എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നല്ലൊരു കഥ കിട്ടിയാൽ ചെയ്യണം, എങ്കിൽ പിന്നെ വന്നവർ ഞാനൊരു കഥ ഉണ്ടാക്കി തരാം. ആണോ? എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോരോ കഥകളുണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഭൂമിയുടെ കഥയും പറ. അയ്യോ എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ വെറുതെ പറഞ്ഞ ചേട്ടൻ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ സമയം തന്നെ സൗഭാഗ്യപുരത്ത് നമ്മുടെ ഭവാനിക്ക് നല്ല വേദനയാണ്. അവൾ നല്ല അടിയാണല്ലോ അടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് അവൾ ഇലക്ട്രീഷ്യൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ദേ മുത്തശ്ശിയും മുത്തശ്ശിയുടെ മകളും കൂടി കയറി വരിക. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഭവാനി നന്ന ലേറ്റായി, എന്താ അമ്മേ ലേറ്റായി പോയതെന്ന് ചോദിച്ചപ്പോഴേക്കും അതേ അവിടെ പാലുകാച്ചിന് പോയതാണല്ലോ, ആ സമയത്ത് ഒരു ആഗ്രഹം മൂന്നാർ വരെയും പോകണമെന്ന്. അവിടെ പോയി പിന്നെ സത്യൻ്റെ ആ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അതുമാത്രമല്ല സത്യൻ്റെ ഭാര്യയും മകളും നഷ്ടപ്പെട്ട ആ ഒരു ഇതിലും പോയിരുന്നു. അവിടുത്തെ ജോലിക്കാരോട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരെന്തിനൊക്കെയോ സാക്ഷിയാണ്, ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട ഭവാനിയുടെ കിളി മാറിപ്പോവുക. ഭവാനി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അയ്യോ ഭൂമി വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അമ്മേ ഭൂമി വന്നായിരുന്നു, കുറേ നേരം ഇവിടെ ഇരുന്നായിരുന്നു, പിന്നെ ഞാനാ പറഞ്ഞു വിട്ടത്, അമ്മ വരുമ്പോഴേക്കും ഞാൻ വിളിച്ചോളാം. അയ്യോ കഷ്ടമായി പോയല്ലോ, ഞാൻ വല്ലാത്തൊരു അബദ്ധം കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കയറി പോവുക. അപ്പം അമ്മ കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ നാത്തൂനോട് ചോദിക്കണം, അതേ എന്താ ആ ജോലിക്കാരെ കണ്ടിട്ട് പറഞ്ഞത്, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്ത് പറയാനായിട്ട്? അല്ല ഈ മോളെ സത്യൻ്റെ മോളെ കാണാതെ ആയല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെന്നാണ് ചോദിച്ചത്. അയ്യോ അമ്മയോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഭൂമിയെ വിളിക്കുക. മുത്തശ്ശി ഭൂമിയെ വിളിച്ചിട്ട് അയ്യോ മോളോടൊരു സോറി പറയാനായിട്ട് വിളിച്ചത്, മുത്തശ്ശിക്കൊരു പാലുകാച്ചിലുണ്ടായിരുന്നു, വന്നപ്പോൾ വൈകിപ്പോയി. അതൊന്നും സാരമില്ല മുത്തശ്ശി, ഏതായാലും ഞാനിവിടെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.